ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മളെ അനുവദിച്ചുവല്ലോ. അതിനായി ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം 2 രാജാക്കന്മാർ 15 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം 1 ശമൂവേൽ 10 അധ്യായം 12 വാക്യം. ആകയാൽ ശൗലും ഉണ്ടോ പ്രവാചക ഗണത്തിൽ. ബെന്യാമിൻ ഗോത്രത്തിൽ കീശ് എന്ന ധനികനായ വ്യക്തിയുടെ മകനായിരുന്നു ശൗൽ. ഇസ്രായേലിലെ 1ാമത്തെ രാജാവായ ശൗൽ അസാധാരണമായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. ഇസ്രായേലിൽ രാജവാഴ്ച ആരംഭിച്ചതിനെക്കുറിച്ച് 2 വിവരണങ്ങൾ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, പിതാവായ കീശിൻ്റെ കാണാതെ പോയ കഴുതകളെ അന്വേഷിച്ചിറങ്ങുന്ന ശൗലിനെ ശമൂവേൽ രാമയിൽ വെച്ച് രാജാവായി അഭിഷേകം ചെയ്യുന്നു. 2, ഗിലെയാദിലെ യാബേശിനെ ആക്രമിച്ച് കീഴടക്കിയതിലൂടെ ശൗലിനെ പരസ്യമായി ഗിൽഗാലിൽ വച്ച് രാജാവാക്കുന്നു. ശൗൽ വളരെ കോമളത്വമുള്ളവനായിരുന്നു. ഇസ്രായേൽ മക്കളിൽ ശൗലിനേക്കാൾ കോമളനായ പുരുഷൻ ഇല്ലായിരുന്നു എന്ന് ഗ്രന്ഥകാരൻ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഇന്ന് ശൗലിൻ്റെ ജീവിതവും പ്രവർത്തന രീതികളും എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, താഴ്മയുള്ളവനായ വ്യക്തിയായി ശൗലിനെ നമുക്ക് കാണാം. ശൗൽ ശമൂവേലിനോട് പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമീൻ ഗോത്രത്തിലുള്ളവനും എൻ്റെ കുടുംബം ബെന്യാമീൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങളിലും വച്ച് ഏറ്റവും ചെറുതുമായിരിക്കെ നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്ത് എന്ന് പറയുന്നുണ്ട്. തുടർന്ന് നമ്മൾ ശൗലിനെക്കുറിച്ച് കാണുന്നത് യഹോവയുടെ ആത്മാവ് ശക്തിയോടെ ശൗലിന്മേൽ വരികയും അവരോടുകൂടെ പ്രവചിക്കുകയും ചെയ്യുന്നതായിട്ട്. പിന്നെയും നമുക്ക് കാണാം, ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം ശൗലിന് വേറൊരു ഹൃദയം കൊടുത്തതായും പറയുന്നു. ശൗലും പ്രവാചകന്മാരുടെ ഗണത്തിൽ ആയോ എന്ന് കൂടെ നിന്നവരിൽ ചോദ്യം ഉന്നയിക്കുന്ന വിധത്തിൽ ശൗൽ ആയിത്തീരുന്നു. ഇങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ടവനായ ശൗൽ ബേഥേലിൽ 7 ദിവസം കാത്തിരിക്കുന്നു. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം മുന്നിൽ ഞാൻ ഏതുമല്ല എന്ന് പറയുന്ന ഒരു ശൗലിനെ ആണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമതായിട്ട്, നല്ല തുടക്കം നല്ല അന്ത്യത്തിലേക്ക് വഴി മാറുന്നില്ല എന്ന് നമുക്ക് കാണാം. ന്യായാധിപന്മാർ പ്രവർത്തിച്ചതുപോലെ യഹോവയുടെ ആത്മാവിൻ്റെ പ്രേരണയിലുള്ള അസാധാരണമായ ശക്തിയോടുകൂടിയാണ് ശൗൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. എന്നാൽ ശമൂവേൽ സാക്ഷ്യം വഹിച്ച ഒരു പഴയ കാലഘട്ടത്തിനും ദാവീദ് രാജാവ് പ്രതിനിധാനം ചെയ്ത ശക്തമായ രാജത്വത്തിനുമിടയിൽ ശൗലിന് വീർപ്പുമുട്ടേണ്ടി വന്നു. കാരണം ശൗലിന് പഴയ വ്യവസ്ഥിതിയിലേക്ക് മടങ്ങിപ്പോകുവാനോ പുതിയതുമായി താതാത്മ്യപ്പെടുവാനോ സാധിച്ചില്ല. എന്നാൽ അമിതമായ നികുതി ഈടാക്കുകയോ നിർബന്ധിതമായ സൈനിക സേവനം ഏർപ്പെടുത്തുകയോ വസ്തുവകകൾ അന്യാധീനപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നതായിട്ട് പറയുന്നില്ല. ഫെലിസ്ത്യ ശക്തിയെ നിർവീര്യമാക്കുകയും അമാലേക്യരുടെ ആക്രമണം തടയുകയും ചെയ്യുവാനായിട്ട് ശൗലിന് തൻ്റെ പ്രവർത്തനത്തിലൂടെ തൻ്റെ ജീവിതത്തിലൂടെ സാധിക്കുന്നു. എന്നാൽ ശൗലിൻ്റെ ഭരണപരാജയം പ്രധാനമായി 2 കാര്യങ്ങളാണ്. ഒന്ന്, യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് യഹോവയുടെ പ്രസാദം ലഭിക്കുന്നതിനായി അവിടെ ശൗൽ ചെയ്യുന്നത് യാഗം സ്വയമായി അർപ്പിക്കുന്നു. രണ്ടാമതായി, യുദ്ധം കഴിഞ്ഞപ്പോൾ കൊള്ള മുതൽ നശിപ്പിച്ചു കളയാതെ കൊള്ള മുതൽ സൂക്ഷിച്ച് വയ്ക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാൽ ശൗലിനെ രാജാവാക്കിയതിൽ യഹോവയും അനുതപിച്ചു എന്ന് 1 ശമൂവേൽ 15 അധ്യായം 35 വാക്യത്തിൽ പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം കൊണ്ട് ഒരിക്കലും യഹോവ അനുതപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുവാനായിട്ട് നാം ആരും ഇടയാകരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനങ്ങളും എപ്പോഴും തിരുനാമ മഹത്വത്തിനാക്കി തീർക്കണമേ. ആമേൻ.